ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല 2-3 ഡ്രിങ്ക്സാണ് കാണിക്കാനായിട്ട് പോണേ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് രക്തക്കുറവുള്ളവർക്കും അതുപോലെ തന്നെ നല്ല നിറം വെക്കാനായിട്ടും നല്ല ഉണർവും ഉന്മേഷമൊക്കെ തരുന്ന എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് കാണാം. ആദ്യം ഞാൻ ഓറഞ്ച് വെച്ചിട്ടുള്ള 2-3 വെറൈറ്റി ടേസ്റ്റുള്ള ഡ്രിങ്ക്സാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള ഓറഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ ഒരു നാരുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് കളയണം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുരുകളും നമ്മൾ നീക്കണം കേട്ടോ. അപ്പോൾ ഈ കുരുകളൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയ്പ്പ് ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നാരുകളൊക്കെ കളഞ്ഞ് അതുപോലെ അതിൻ്റെ കുരുവൊക്കെ നീക്കം ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഇഞ്ചി, ചെറിയൊരു പീസ് ഇഞ്ചി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ അതിലുള്ള ജ്യൂസ് നമ്മൾക്ക് മുഴുവനായിട്ട് തന്നെ ഇതേപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റാം. ഇനി നമുക്കിത് ഇത്രയും ജ്യൂസ് നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 പുതിന ഇല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു മണമൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് തണുപ്പിനാവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. 1-2 പീസ് ഐസ് ക്യൂബ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. നമുക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓറഞ്ച് ജ്യൂസ് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ നമ്മൾ കുടിക്കേണ്ടതാണ്. ഇനി അടുത്ത രീതി എന്ന് പറയുന്നത്, നമുക്കിതിലേക്ക് കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ചാറ്റ് മസാല കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അടുത്ത ഡ്രിങ്ക് എന്ന് പറയുന്നത്, നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിതൊന്ന് കുടിക്കാനായിട്ട്. വളരെ ടേസ്റ്റിയാണ്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഉള്ളത്. 3ഉം നല്ല രുചിയുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ഡ്രിങ്ക് എന്ന് പറയുന്നത്, നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കി എടുക്കാനായിട്ട് നന്നായിട്ട് നല്ല പച്ച ആയിട്ടുള്ള മാങ്ങയാണ് നമുക്ക് വേണ്ടത്. ഇനി അധികം പുളിയില്ലാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. ചില മാങ്ങയ്ക്ക് ഓവറായിട്ടുള്ള പുളി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചെനച്ച് പോയിട്ടുള്ള മാങ്ങയൊന്നും നമ്മളിതിനെ എടുക്കരുത്. ഇതേപോലെ ഉള്ളതാണ് എടുക്കേണ്ടത്. ഇനി ഇത് ഞാനൊരു പുട്ടുകുറ്റിയിലേക്ക് ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതായത് നമുക്കിതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പണി നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് നേരത്തേക്കോ ഒരു 10 മിനിറ്റിൽ താഴെ നേരമൊക്കെ ഇത് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് സമയമെടുക്കുകയുള്ളൂ. പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുക്കണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു മാങ്ങയുടെ ഒരു പൾപ്പ് നമുക്ക് കിട്ടുന്നത്. ഇനി അതിൽ ചിലപ്പോൾ നാരുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് കണ്ണിയകലുള്ള അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിലുള്ള ഒരു ജ്യൂസ് മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് എടുക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 4-5 ഏലക്കായ നമുക്കിതിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കിത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു പൾപ്പിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം.
നമ്മുടെ ഈ ഒരു പഞ്ചസാര മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു മാങ്ങയിൽ ആവുന്നത് വരെ തന്നെ നന്നായിട്ട് ലയിച്ച് കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പൊടിച്ച് ചേർക്കുമ്പോൾ അലിഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുത്തിരിക്കുന്ന പാല് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ദാ ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്കിത് കഴിക്കുമ്പോൾ നല്ല തണുപ്പോട് കൂടി കഴിക്കുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഒന്നിൽ നിങ്ങൾ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ തണുത്ത പാലിൽ ഇത് തയ്യാറാക്കിയെടുക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നട്ട്സ് അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിതിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റാണ്. നല്ല ഉന്മേഷം കിട്ടുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മൾ ബീറ്റ്റൂട്ട് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്നതാണ്. ഇതും വളരെ ഹെൽത്തിയാണ്. അപ്പോൾ രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് അതുപോലെ തന്നെ നിറം വയ്ക്കാൻ ഒക്കെ വളരെ സഹായിക്കുന്ന രീതിയിലുള്ള നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീറ്റ്റൂട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരകിയത് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ, അതായത് നമ്മൾ അപ്പം തന്നെ പൊട്ടിച്ചെടുത്തിരിക്കുന്ന തേങ്ങയാണ് നമ്മളിതിനെ എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങയൊന്നും എടുക്കരുത്. അപ്പോൾ നമുക്കതിലേക്ക് നന്നായിട്ട് പാല് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഏലക്കായ കൂടി എടുക്കുക. അതുപോലെ തന്നെ ഒട്ടും കരടോ കല്ലോ ഒന്നും ഇല്ലാത്ത ശർക്കര ചീകി എടുത്തിരിക്കുന്നത് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി എടുക്കാം. വാടിപ്പോയിട്ടുള്ള ബീറ്റ്റൂട്ടൊന്നും നമ്മൾ എടുക്കരുത്. അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു തേങ്ങ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അപ്പം പൊട്ടിച്ചിട്ടുള്ള തേങ്ങ ആയിരിക്കണം. അപ്പോൾ ഒരുപാടൊന്നും വേണമെന്നില്ല, ഒരു 2-3 സ്പൂണ് തേങ്ങ നമുക്ക് മതിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം തയ്യാറാക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ തേങ്ങയും ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ എടുക്കാനായിട്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് ലയിച്ച് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരഞ്ഞ് കിട്ടാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് അരിച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ കരടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കാനേ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഇത് നല്ല പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് സെർവ് ചെയ്യാണ്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൂസിൽ വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്തിട്ട് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ നമുക്ക് നോർമൽ വാട്ടറിലും ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഡ്രിങ്ക്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.